ളുലുമാതുൽ കുഫ്രി വൽ ബിദ്അ. ബിദ്അത്ത രണ്ടാമത്തെ അന്ധകാരം എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ അന്ധകാരം ബിദ്അത്താണ്. നമ്മൾ ഭയപ്പെടണം. നിങ്ങൾ നോക്കി, ഒരു റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയി. എന്തൊക്കെ സഹോദരങ്ങളെ നടന്നത്! എന്തൊക്കെ പാട്ടുകളും എന്തൊക്കെ ബെയ്ത്തുകളും എന്തൊക്കെ ആഘോഷങ്ങളുമായിട്ടാണ് കടന്നുപോയത്. നിങ്ങൾ നോക്കി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷത്തെ ജീവിതത്തിൽ എവിടെ വെച്ചെങ്കിലും ഞാൻ റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണം എന്ന് ആഘോഷിക്കാൻ കൽപ്പിക്കുക. അല്ലെങ്കിൽ ഒരു കാരക്ക ചുള കൊണ്ടെങ്കിലും, ഇത്തഖുന്നാർ വലൗ ബിശിക്കി തംറ, കാരക്കയുടെ ഒരു ചുള കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണേ എന്ന് സഹാബത്തിനോട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്നാണ്. 3 പ്രാവശ്യം ഇത്തഖുന്നാർ വലൗ ബിശിക്കി തംറ, കാരക്കയുടെ ഒരു ചുള കൊണ്ട്. ഞാൻ പലപ്പോഴും ആലോചിച്ചു, എന്താ ഇപ്പം അങ്ങനെ പറഞ്ഞത്? സഹോദരങ്ങളെ, അത് ആരോടാ പറയണറിയോ? സഹാബത്തിനോടാണ്. അന്ന് ആ സദസ്സിലുണ്ടായിരുന്നതൊക്കെ ബഹുഭൂരിപക്ഷം ദരിദ്രന്മാരായ സഹാബികളായിരുന്നു. ഒരു കാരക്ക പോലും മുഴുവൻ ദാനം ചെയ്യാൻ കഴിയാത്ത സഹാബികളോടാണ് പറഞ്ഞത്. കാരക്ക ചുളയുടെ ഒരു ചുള കൊണ്ടെങ്കിലും, അതിൻ്റെ ഒരു ചില്ലി കൊണ്ടെങ്കിലും. ഷുക്ക എന്ന് പറഞ്ഞൊരു പീസാണ്. ഫ്ലാറ്റിനൊക്കെ ഷുക്ക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ? ഫ്ലാറ്റ് പറഞ്ഞാൽ വലിയ ബിൽഡിങ്ങിൽ ഒരു പീസേ നമുക്ക് കിട്ടുള്ളൂ. അതിനെ ഫ്ലാറ്റ് അറിയാം, ആണ് ഷുക്ക എന്ന് പറയാം. വലോ ബിഷിക്കിത്ത, ഒരു കാരക്കയുടെ ചുള, ഒരു ചെറിയ പീസ് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാത്തുകൊള്ളണമെന്ന് സഹാബത്തിനോട് പഠിപ്പിച്ച ആ പ്രവാചകൻ ഒരു ചുള, നിങ്ങൾ റബീഉൽ അവ്വൽ 12 ഒരു കാളക്കയുടെ ചുള കൊടുക്കിയെന്ന് പറഞ്ഞിട്ടില്ല. അന്നിൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടില്ല. ഇസ്ലാമിക ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസത്തിൻ്റെ കാര്യത്തിൽ പോലും അഭിപ്രായ ഐക്യമില്ല. കാരണം എന്താ? അവിടെയും ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അത്ര വലിയ ആഘോഷമായിരുന്നെങ്കിൽ സഹോദരങ്ങളെ അത് രേഖപ്പെടുത്തപ്പെടുമായിരുന്നു. എന്നിട്ട് നോക്കി, ഒരു സഹാബി പോലും നോക്കി, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനെ എത്ര സ്നേഹിച്ചിരുന്നു സഹോദരങ്ങൾ. അവർ അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്തായതിനു ശേഷം ബിലാൽ ബാങ്ക് വിളിച്ചിട്ടില്ല. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു ആ ബാങ്ക് കേൾക്കാൻ കൊതിയായി. ബിലാലിനോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ആ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പൂർത്തിയാക്കാൻ ബിലാലിന് സാധിച്ചില്ല. കരഞ്ഞുപോയി ബിലാൽ. ബാങ്ക് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ബിലാൽ ബാങ്ക് വിളിച്ചിട്ടില്ല സഹോദരങ്ങൾ. എന്തേ? നബിനെ പേരുച്ചരിക്കാൻ ബിലാലിന് കഴിയില്ല. അത്രയും നബിയെ സ്നേഹിച്ച ബിലാലിൻ്റെ ജീവിതത്തിൽ റബീഉൽ അവ്വൽ 12-ന് ഒരു കാരക്ക കൊടുത്തതായി ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. ആ ബിലാൽ സ്നേഹിക്കുന്നതിനേക്കാൾ നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കേണ്ട സഹോദരങ്ങളെ ഈ ആളുകൾ സ്നേഹിക്കുന്നുണ്ടോ? ഒരു സഹാബി പോലും അവിടുന്ന് അതിന് ഇസ്ലാമിക ലോകം കണ്ട വലിയ ഖലീഫമാർ, അബ്ബാസി ഖലീഫമാർ, അമവി ഖലീഫമാർ, ഇവരാരെങ്കിലും സഹോദരങ്ങളെ ഈ ഒരു റബീഉൽ അവ്വൽ ആഘോഷിച്ചിട്ടുണ്ടോ? മദ്ഹബിൻ്റെ 4 ഇമാമുമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഒരു റബീഉൽ അവ്വൽ 12-ൻ്റെ നബിദിനത്തെപ്പറ്റി പറയുന്നുണ്ടോ? പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മളിത് ആഘോഷിക്കുക? നമ്മൾ എന്തടിസ്ഥാനമാണുള്ളത്? മതത്തിൽ എന്തടിസ്ഥാനമാണ് ഇതിനുള്ളത്? അതുകൊണ്ട് അന്ധകാരം, ബിദ്അത്ത് എന്നത് അന്ധകാരമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ കാണിച്ചു തരാത്ത ഒരു മാതൃക നമ്മൾ ജീവിതത്തിൽ പിന്തുടരാൻ പാടില്ല. ഒരു ഉമ്മ ഓപ്പറേഷന് കയറ്റി കിടത്തിയപ്പോഴേ ഇങ്ങനെ ബർക്ക. അപ്പം ഉമ്മാനോട് ചോദിച്ചു, എന്താ മകളിങ്ങനെ ബർക്കണ്? എടാ ഞാൻ ആദ്യമായിട്ടാണ് ആ തിയേറ്ററിൽ കയറുന്നത്, ആദ്യമായിട്ടാണ് ഓപ്പറേഷൻ. എനിക്ക് ഭയങ്കര പേടിയാണ് പറഞ്ഞു. അപ്പോൾ ഈ പ്രായമായ അമ്മമാർക്കൊക്കെ യാസീന് ഭയങ്കര ഇഷ്ടമായിക്കാരം. അപ്പോൾ ഞാൻ യാസീനിൻ്റെ മൊബൈലിൽ ഇട്ടുകൊടുത്തു. അപ്പം പിന്നെ അങ്ങനെ കേട്ട് പറയൊക്കെമായി അത് കേട്ടുമ്പോൾ അങ്ങനെ കടന്ന് ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് കിട്ടുമല്ലോ ഓപ്പറേഷൻ ചെയ്യാൻ. അരമണിക്കൂർ കൊണ്ട് തീരുന്ന ഓപ്പറേഷനാണ്. അപ്പോൾ മലക്കൂത്ത് കുല്ലി ചെയ്യും വൈലൈഹി തുർജഊന്ന് കഴിഞ്ഞേക്കുമ്പോൾ ഒരു ശ്വാസം വിടാനുള്ള ഗ്യാപ്പില്ല. അമ്മ അടാ എൻ്റെ അടുത്ത് നാരിയ സലാത്തുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ ഇത് ഖുർആനല്ലേ, ഖുർആനേക്കാൾ നാരിയ സലാത്തിനേക്കാൾ മുന്തിയതാണ് ഖുർആൻ എന്ന് പറഞ്ഞു. ആ കൊന്നെടാ ഞാൻ പറഞ്ഞു. ഇതാണ് നമ്മളെ ആൾക്കാരെ വിശ്വാസം. അതൊക്കെ ഒന്നാണ്. അറബിയിൽ എന്ത് പറഞ്ഞാലും ഒന്നാണ്. നാരിയ സലാത്തും ഖുർആനും ഒക്കെ ഒന്നാണ്. സഹോദരങ്ങളെ, നാരിയ സലാത്ത് പറഞ്ഞാൽ എന്താണ്? ആരോ ഒരാൾ എഴുതിണ്ടാക്കിയ സലാത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഖുർആൻ പറഞ്ഞതാണ്.
യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സലാത്ത് ചെല്ലാൻ, സലാത്തും സലാമും ചെല്ലാൻ എന്താണ് ഞാനും മലായിക്കത്തൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളും ചൊല്ലിക്കോളി എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ട്. അത് കേട്ടിട്ട് സഹാബത്ത് ചോദിച്ചു, സലാം ചെല്ലാൻ ഞങ്ങൾക്കറിയാം, പക്ഷേ ഈ സലാത്ത് എങ്ങനെ ചെല്ലുക എന്ന് ചോദിച്ചു. കാരണം സലാത്ത് ചെല്ലാനാണ് അള്ളാഹ് പറയണേ. അപ്പം ഞങ്ങളെങ്ങനെ ഈ സലാം ഞങ്ങൾ അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് നേരിട്ട് കണ്ട് പറയലുണ്ട്, ഈ സലാത്ത് എങ്ങനെ ചെല്ലിച്ചു? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്താണ് ഇബ്രാഹിമി സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ. നമ്മൾ നമസ്കാരത്തിൽ അത്തയ്യാത്തിൽ ഓതുന്ന, മയ്യത്ത് നമസ്കാരത്തിൽ ഓതുന്ന ഇബ്രാഹിമി സലാത്താണ് അള്ളാഹുവിൻ്റെ റസൂലുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത്. അതിനേക്കാൾ മുന്തിയൊരു സലാത്തുണ്ട് സഹോദരങ്ങളെ. എന്നിട്ട് നാരിയ സലാത്ത് എന്ന് പറഞ്ഞിട്ട് എന്നാ പറഞ്ഞു കൊടുത്ത അതിലെന്താ തെറ്റ്? 4444 വട്ടം ഒരു വിഷമം ഉണ്ടാകുമ്പോൾ ചെല്ലണം എന്നാണ്. അങ്ങനെ സഹോദരങ്ങളെ എണ്ണം ആരാണ് കണക്കാക്കിയത്? 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചെല്ലണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്. ഒരു ആരാധനക്ക്, ഒരു ദിക്റിന് എണ്ണം നിശ്ചയിക്കാനുള്ള അവകാശം അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. ഈ മതം പൂർത്തിയാക്കപ്പെട്ടു കഴിഞ്ഞു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കപ്പെട്ടു എന്ന് ഹജ്ജത്തുൽ വദാഇന്റെ അവസരത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിന് ആയത്തിറങ്ങിയില്ലേ സഹോദരങ്ങളെ? മതം പൂർത്തിയാക്കപ്പെട്ടു. ഇനി മതത്തിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കാനല്ല. അതുകൊണ്ട് 33 വട്ടം ചെല്ലണമെന്ന് പറഞ്ഞത് 34 വട്ടം സുബ്ഹാനല്ലാഹ് ഒരാൾക്കും തന്നെ അധികാരമല്ല. അതാണ് മതം എന്ന് പറഞ്ഞാൽ. മതനിയമങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു പ്രയാസം ഉണ്ടാകുമ്പം 4444 വട്ടം ചെല്ലണമെന്ന് ആര് പഠിപ്പിച്ചു സഹോദരൻ? അതാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. എൻ്റെ പ്രയാസങ്ങൾ നീക്കുന്നവനെന്നാണ് നാരിയ സലാത്തിലുള്ളത്. ആരാ പ്രയാസം നീക്കാൻ പോണു നിങ്ങളെ? അള്ളാഹുവിൻ്റെ റസൂലോ? അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെ സഹോദരങ്ങളെ പ്രയാസം നീക്കുക? എങ്ങനെ നീക്കും സഹോദരങ്ങളെ? അബൂ ത്വാലിബിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിന് എത്ര ദുഃഖമുണ്ടായിരുന്നു. നീ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ നിനക്ക് കഴിയില്ല മുഹമ്മദ് എന്ന് അള്ളാഹ് പറയാണ് നബിനോട്. അബൂ ത്വാലിബിൻ്റെ വിഷയത്തിൽ നബിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എങ്ങനെ സഹോദരങ്ങളെ സങ്കടം ഇല്ലാണ്ടക്ക? അള്ളാഹിൻ്റെ റസൂല് ജനിക്കുമ്പം പിതാവില്ലാതെയാണ് ജനിക്കണത്. 6 വയസ്സായപ്പോൾ ഉമ്മ മരിക്കണ്. 6 വയസ്സായ ഒരു കുട്ടി ഉമ്മ മരിക്കണ രംഗം ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്നിട്ട് പിന്നെ വല്യാപ്പാൻ്റെ അടുത്താണ് വളരുന്നത്, അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്ത്. 8 വയസ്സായപ്പം അബ്ദുൽ മുത്തലിബ് മരിക്കണ്. അബ്ദുൽ മുത്തലിബ് 8 വയസ്സിൽ മരിക്കുന്നുണ്ട്. ആ മരിക്കണ സമയത്ത് അബൂ ത്വാലിബിനെ വിളിച്ച് അബ്ദുൽ മുത്തലിബ് വസിയത്ത് കൊടുക്കുകയാണ്. അബ്ദുള്ളൻ്റെ മകൻ മുഹമ്മദിനെ ഈ നോക്കണം എന്നാ പറയണേ. അവിടെ അബ്ബാസ് ഉണ്ട്, അവിടെ അതിനേക്കാൾ പൈസ ഉള്ള വേറെ മക്കളുണ്ടായിരുന്നു. പക്ഷേ അബൂ ത്വാലിബിനാണ് ആര് വസിയത്ത് കൊടുക്കണത്? അബ്ദുൽ മുത്തലിബ്. എന്താ കാരണം? അബ്ദുള്ളൻ്റെയും അബൂ ത്വാലിബിൻ്റെയും ഉമ്മ ഒന്നായിരുന്നു. അതുകൊണ്ടാണ് അബൂ ത്വാലിബിനെ ഏൽപ്പിച്ച്. അബ്ദുള്ളൻ്റെ മകൻ്റെ കാര്യം. അബൂ ത്വാലിബ് ദരിദ്രനായിരുന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ ദരിദ്രനായിരുന്നു അബൂ ത്വാലിബ്. നമുക്ക് മനസ്സിലാവും, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രം വായിച്ചാൽ മനസ്സിലാകും. പലപ്പോഴും അബൂ ത്വാലിബിൻ്റെ വീട്ടിൽ പട്ടിണിയായിരുന്നു, അവിടെ തിന്നാനില്ലായിരുന്നു. അതുകൊണ്ടാണ് ഖദീജ ബീവിനെ കല്യാണം കഴിച്ചപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് മാറിപ്പോയപ്പം ആ അബൂ ത്വാലിബിൻ്റെ പെരയിന്ന് അലിനും കൂടി കൊണ്ടുപോയത്. അല്ലാതെ ഖദീജാൻ്റെ പെരയിൽ പേടിക്ക് ആളെ നിർത്താൻ വേണ്ടി കൊണ്ടുപോയ കുട്ടിയല്ല അലി റളിയല്ലാഹു അൻഹു. അബൂ ത്വാലിബിൻ്റെ വീട്ടിൽ നിന്ന് അലിനെ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയത്. ഒരാൾ കുറഞ്ഞ അവിടെ ബാക്കിയുള്ളവർക്ക് നന്നായിട്ട് ചോറ് വിചാരിച്ചിട്ടാണ്, അത്രയും ദാരിദ്ര്യം കുറഞ്ഞോട്ടെ വിചാരിച്ചിട്ടാണ് അലി റളിയല്ലാഹു അൻഹു ആ പെരയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയത്. അത്രയും ദാരിദ്ര്യത്തിലാണ് അബൂ ത്വാലിബിൻ്റെ കൂടെ നബി ജീവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായിരുന്നു അബൂ ത്വാലിബ്. എത്ര കാലം മക്കയിലെ പീഡനത്തിൻ്റെ സമയത്ത് മുഴുവൻ അബൂ ത്വാലിബ് സംരക്ഷണം നൽകിയിട്ടുണ്ട് നബിക്ക്. അത്രയും ബന്ധമുണ്ടായിരുന്നു അബൂ ത്വാലിബ്. അതുകൊണ്ട് അബൂ ത്വാലിബ് മുസ്ലിം ആകണമെന്ന് നബി അങ്ങേയറ്റം ആഗ്രഹിച്ചു. പക്ഷേ നടന്നില്ല. അള്ളാഹ് പറയാണ്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഹിദായത്തിലാക്കാൻ മുഹമ്മദ് നിനക്ക് കഴിയില്ല എന്നാണ്. ഇന്ന് നബിനോട് അള്ളാഹ് പറയാണ്. ആ നബിനോട് നമ്മൾ ചോദിക്കണേ, ഇന്ന് ഹിദായത്തിലാക്കണേ. ഹിദായത്ത് തരുന്ന പടച്ചോനാണ്, നബിയല്ല. അങ്ങനെ നബിക്ക് കഴിയുമായിരുന്നെങ്കിൽ അബൂ ത്വാലിബിന് കൊടുക്കുമായിരുന്നു. അത് കൊടുക്കാൻ പറ്റില്ല എന്ന് കാണിക്കാനാണ് പടച്ചോൻ നമ്മളെ ബോധ്യപ്പെടുത്തിയത്. പിന്നെ സഹോദരങ്ങളെ, തുറവി, പ്രയാസത്തിൽ നിന്ന് തുറവി തരണേന്ന്. എന്ത് തുറവിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുക? അങ്ങനെ നബിനോട് ചോദിക്കാൻ നബി പഠിപ്പിച്ചോ സഹോദരങ്ങളെ? അവസാന ശ്വാസത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടതെന്താ? നിങ്ങൾ യഹൂദൻ ആസാറാക്കൾ അവരുടെ പ്രവാചകന്മാരെ ആരാധിച്ചതുപോലെ നിങ്ങൾ എന്നെ ആരാധിക്കരുത്, നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്നാണ് പറഞ്ഞത്.
അതല്ലേ ഇവിടെ സംഭവിച്ചത് സഹോദരങ്ങളെ. നിങ്ങൾ നോക്കി, ഫാത്തിമ റളിയല്ലാഹുവിനോട് പറയണേ എന്താണ്? ഫാത്തിമ റളിയല്ലാഹു പറയണേ എന്താണ്? നീ നിന്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് നീ കാത്തുകൊള്ളണേ, ഈ വാപ്പാക്കൊന്നും ചെയ്യാൻ കഴിയില്ലട്ടോന്ന്. വാപ്പാക്ക് സ്വന്തം കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവിയുടെ കാര്യത്തിൽ പോലും മുഹമ്മദ് നബിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നീ നിന്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് കാക്കണേ ഫാത്തിമ എന്ന് ഫാത്തിമ ബീവിനോട് പറയണേ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നബിനെ വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ ഇസ്ലാം ഓടി പഠിപ്പിക്കില്ല. പ്രവാചകന്മാർ അല്ല വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ അല്ലാഹുവിനോടാണ് പ്രയാസങ്ങൾ പറയേണ്ടത്. അത് പഠിപ്പിക്കാനാണ് മുഹമ്മദ് നബി വന്നത്. എന്നിട്ട് ജാരിയ സലാത്തിൽ എന്താ? പ്രയാസങ്ങൾ നീക്കണേന്ന്. ആര്? നബി നമ്മളെ പ്രയാസം നീക്കുക. സ്വന്തം മകളുടെ പ്രയാസം നീക്കാൻ നബിക്ക് പറ്റിയിട്ടില്ല, പറ്റൂല. അബൂ താലിബിന് ഹിദായത്ത് കൊടുത്താൻ നബിക്ക് പറ്റിയിട്ടില്ല. പിന്നെയാണ് നമ്മളെ ഹിദായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധ്യമല്ല. പ്രവാചകന്മാരല്ല, അള്ളാഹുവാണ് ഹിദായത്ത് നൽകുക. അതുകൊണ്ട് അള്ളാഹിനോടാണ് ഹിദായത്ത് ചോദിക്കേണ്ടത്. അത് പഠിപ്പിക്കാൻ വന്ന ആൾക്കാരാണ് അമ്പിയാക്കന്മാർ. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു സലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത് എന്ന് ആയത്തിന് വ്യാഖ്യാനമായി അള്ളാഹു സലാത്ത് ചെല്ലാൻ കൽപ്പിച്ചപ്പം സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത്? അപ്പം പഠിപ്പിച്ചെടുത്തതാണ് ഇബ്രാഹിമി സലാത്ത്. ആ സലാത്താണ് ചെല്ലേണ്ടത്. അതാണ് നമ്പർ 1 സലാത്ത്. അള്ളാഹിൻ്റെ റസൂലോ സഹാബത്തോ മദ്ഹബിൻ്റെ ഇമാമിങ്ങളോ ഇസ്ലാമിക ചരിത്രത്തിലെ ഇസ്ലാമിക ലോകത്തെ തലമുതിർന്ന ഒരു ഇമാമോ നാരിയ സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ല. അത് ഇവിടെ ആരോ എഴുതിണ്ടാക്കിയ സ്വലാത്താണ്. അതിൽ ചോദിക്കണമെന്ന് പറയണം എന്താ സഹോദരങ്ങളെ? വിഷമം നീക്കണേന്നൊക്കെ. വിഷമം അള്ളാഹിൻ്റെ റസൂൽ നീക്കൂല. വിഷമം നീക്കിത്തരണേന്ന് പറയേണ്ടത് അള്ളാഹിനോടാണ്. അള്ളയാണ് വിഷമം നീക്കുന്നവൻ. അത് പറയാനാണ് നബി മക്കത്ത് വന്നത്. ലാത്ത വിഷമം നീക്കൂല, മനാത്ത വിഷമം നീക്കൂല, അള്ളയാണ് വിഷമം നീക്കാന്ന് പഠിപ്പിക്കാനാണ് മുഹമ്മദ് നബി മക്കത്ത് വന്നത്. എന്നിട്ട് ആ നബിനോട് ഞങ്ങളെ വിഷമം നീക്കണേന്ന് പറഞ്ഞാൽ പിന്നെ എന്താ കോലം? എന്ത് ദീനാ പിന്നെ അവർ പഠിച്ചത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഈ അന്ധകാരം എന്നുള്ളത് കുഫറാണ്, ഷിർക്കാണ്, ബിദ്അത്താണ്. ഇനി അടുത്തതോ വൽ മഅസിയ്യ. മഅസിയ്യത്ത് എന്ന അന്ധകാരം എന്താണ്? അള്ളാഹുവിനെ റസൂലിനെ ധിക്കരിക്കുക. വളരെ ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ. അള്ളാഹു ഒരു കാര്യം പഠിപ്പിച്ചിട്ട്, അള്ളാഹിൻ്റെ റസൂൽ ഒരു കാര്യം കൽപ്പിച്ചിട്ട് അത് ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയമാണ്. വലത് കൈകൊണ്ട് തിന്നണം, കുടിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചു. ഞാനത് ചെയ്യൂല എന്ന് പറയുമ്പോൾ, ഇടത് കൈകൊണ്ടേ ഞാൻ കുടിക്കുള്ളൂ എന്ന് പറയുമ്പം അത് ധിക്കാരമാണ്. എത്ര ചെറുതായ സംഗതിയാണെങ്കിലും സഹോദരങ്ങളെ, അള്ളയും റസൂലും പറഞ്ഞ കാര്യമാണോ അതിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത് അതെത്ര ചെറിയ കാര്യമാണെങ്കിലും അതിലെ നിലപാട് വളരെ ഗൗരവമുള്ള നിലപാടാണ്. നമ്മൾ ഭയപ്പെടേണ്ട നിലപാട്. അതുകൊണ്ട് അത് ഏറ്റവും വലിയ അന്ധകാരമാണ്, അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുക എന്നുള്ളത്. പിന്നെ വൽ ജഹൽ, അറിവില്ലായ്മ, ശരിയായ അറിവില്ലാതെക്കുക, ദീനിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാതെക്കുക എന്നുള്ളത്. അള്ളാഹുവിനെക്കുറിച്ച്, അവൻ്റെ റസൂലിനെക്കുറിച്ചും അവൻ്റെ ദീനിനെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. മഅരിഫത്തുള്ള, അള്ളാഹിനെ അറിയണം. നമ്മൾ അള്ളാഹിനെ അറിയണം. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലൂടെ. അള്ളാഹ്ക്ക് 99 പേരുണ്ട് എന്ന് പറയുമ്പോൾ ആ പേര് പഠിച്ചാൽ സ്വർഗത്ത് പോകുന്നല്ല. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ പഠിക്കുമ്പം നമുക്കൊരു ഉൾക്കാഴ്ച വരാണ്ട്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു എല്ലാം നിരീക്ഷിക്കുന്നവനാണെന്ന് പറയുമ്പം നമ്മൾ CCTV ക്യാമറനേക്കാൾ നമ്മൾ അള്ളാഹിനെ ഭയപ്പെടണം. ഞാനൊരു കാര്യം പറയുമ്പോൾ ഒരാളോട് ഏഷണി പറഞ്ഞു കൊടുക്കുമ്പം ഇത് പടച്ചവൻ കേൾക്കുന്നുണ്ട്, ഞാനൊരു കാര്യം പ്രവർത്തിക്കുമ്പം ഇത് അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ലജ്ജ. അതാണ് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെ പറ്റിയുള്ള അറിവ് എന്ന് പറഞ്ഞാൽ. ആ ഒരു അറിവിൽ നമ്മൾ ആ പടച്ചോനെ അറിയണം. നമ്മൾ നബിയെ അറിയണം സഹോദരങ്ങളെ. നമ്മുടെ നബിയെ നമ്മൾ പഠിക്കണം. നമുക്ക് ജീവിതത്തിൽ വിഷമം വരുമ്പോഴത്തിന് ആൾക്കാർക്ക് ആൾക്കാരപ്പം പടച്ചോനെ കുറ്റം പറയും. അടിക്കടി ഗൾഫിൽ നിന്നൊക്കെ കൂടി വിറ്റ് മുടിച്ച തൊലഞ്ഞ് ഇവിടെ വന്ന് ഉള്ളൊക്കെ കൂടി വിറ്റുകാണ്ട് ഒരു ഏർപ്പാട് തുടങ്ങി. അതും മുടങ്ങി, അതും നഷ്ടത്തിലായി. പടച്ചോപ്പം എൻ്റെ നേരക്കെ തിരിഞ്ഞേക്ക്. അവിടെ നല്ല ഒരു റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പൊളിച്ചു, സൗദി ഗവൺമെൻറ് പൊളിച്ചു, വീടിയൊക്കെ പോയി. ഇവിടെ വന്ന് ഉള്ളൊക്കെ കൂടി വിറ്റുകാണ്ട് ഇവിടെ ഉള്ളൊക്കെ വിറ്റൊരു കച്ചവടം അതും പൊളിഞ്ഞ്. ഇപ്പം എൻ്റെ നേരക്കെ തിരിഞ്ഞേക്കാ പടച്ചോ. സഹോദരങ്ങളെ, പറയാൻ പാടില്ല. നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലിനെ ആലോചിക്കണം. ജീവിതത്തിൽ എന്തൊക്കെ വിഷമങ്ങൾ വരുമ്പോഴും നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി ആലോചിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിനോളം ദുരിതങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. 1-2 കാര്യം ഞാൻ പറഞ്ഞുതരാം. 1-2 കാര്യങ്ങൾ അത് ഒപ്പിൾ ഓർത്തച്ചാൽ മതി.
ജനിച്ചപ്പോഴേ വാപ്പല്ലാതെ ജനിച്ച്. 6 വയസ്സായ ഉമ്മ നഷ്ടപ്പെട്ട് 8 വയസ്സായപ്പം വല്യാപ്പ മരിച്ച്. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി അൽ അമീനായി ജീവിക്കുമ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, കുടുംബക്കാർ എതിരായി, ആളുകൾ തെറി പറഞ്ഞു, ആളുകൾ പ്രയാസപ്പെടുത്തി, കെട്ടിച്ച പെൺകുട്ടികളെ മരുമക്കള് കാര്യം തീർത്ത് വീട്ടിൽ കൊണ്ടാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളെ കെട്ടിച്ച വിട്ട പെണ്ണുങ്ങളെ പെൺകുട്ടികളെ കാര്യം തീർത്ത് പെരി കൊണ്ടാക്കിയൊരവസ്ഥ. ജനിക്കുന്ന ആൺകുട്ടികൾ മുഴുവൻ മരിച്ചു പോകുന്ന അവസ്ഥ. ആർക്കാ സഹിക്കാൻ പറ്റും? എന്താണ് ആൺകുട്ടികൾ മുഴുവൻ മരിച്ചു പോവുക? കെട്ടിച്ച 2 പെൺകുട്ടികളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിൻ്റെ പേരിൽ കാര്യം തീർത്ത് പെരിയിലാക്കി വെക്കുക. നാട്ടുകാർ പുറത്താക്കി, മലഞ്ചെരുവിൽ പോയി താമസിക്കുകയാണ്. ഭക്ഷണം കിട്ടില്ല, കായ്ക്കനികൾ കറച്ച് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ പച്ചില കാഷ്ടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. നാട് വിട്ടു പോകുക, ലാസ്റ്റ് നാട് വിട്ടുപോകും. ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇതിനേക്കാളൊക്കെ പ്രയാസമുള്ള ഒരു ലോക നേതാവിനെ നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ? അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ചെറിയൊരു പ്രയാസം വരുമ്പോഴത്തിന് നമ്മൾ നിരാശരാകാൻ പാടില്ല. അള്ളാഹിൻ്റെ റസൂൽ ഒരു പ്രയാസം വന്നപ്പം അള്ളാഹിൻ്റെ റസൂലിനോട് പറഞ്ഞാണ്, നിന്നെ വെറുത്തിട്ട് ഉപേക്ഷിച്ച്. നമ്മളെപ്പോഴും പറയുന്ന എന്നെ പടച്ചോ വെറുത്തുകണ് ഒഴിവാക്കിക്കണമെന്നാണ്. നിന്റെ റബ്ബ് നിന്നെ വെറുത്തിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല. നബി എങ്ങനെ നിന്റെ റബ്ബ് എന്നെ ഒഴിവാക്കിയിട്ടില്ല. നമ്മളോടാണ് പറയണത്. അത് അന്ന് നബിനോട് പറഞ്ഞ, നമ്മൾ ഓതുമ്പോൾ നമ്മളോടാണ് പറയണത്. എന്നെ ഒഴിവാക്കിയിട്ടില്ല പടച്ചോൻ, എന്നെ ഒഴിവാക്കിയിട്ടില്ല. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, വരാനുള്ളതാണ് വന്നതിനേക്കാൾ ഉത്തമം. ഇനി വരാനുള്ളതാണ്, എങ്ങനെ അർത്ഥം വെച്ചാലും സൂട്ടാണ്. ഇനി വരാനുള്ളതാണ് ഈ വന്നതിനേക്കാൾ ഖൈർ. അതല്ല, ആഖിറത്താണ് ദുന്യാവിനേക്കാൾ. ഇവിടെ എന്തൊക്കെ ആയിക്കോട്ടെ നബിയെ, ആഖിറത്ത് നമുക്കുള്ളതാണ്. അങ്ങനെ അർത്ഥം വെച്ചോളി. ഇനി അതല്ല, ജീവിതത്തിൽ സംഭവിച്ചതിനേക്കാൾ ഖൈർ ഇനി വരാനുള്ളതാണ് വിചാരിച്ചാളി, എന്നാലും അർത്ഥം കറക്റ്റാണ്. വലല്ലാഖിറത്തു ഖൈറുൽ ലക വലസൗഫ യുഅതീക റബ്ബുക ഫതർള. നിൻ്റെ റബ്ബ് എനിക്ക് കുറേ തരും. വലസൗഫ യുഅതി, അപ്പം എനിക്ക് ഇഷ്ടാവും. ഇനി പടച്ചോ ഇനി കുറേ തരാണ്ട് നമുക്കൊക്കെ. പിന്നെ അലം യജിദ്ക യതീമൻ ഫആവ, അലം യജിദ്ക യതീമൻ. അള്ളാഹുവിൻ്റെ റസൂലിന് ചെയ്ത ചില അനുഗ്രഹങ്ങൾ നമുക്ക് എപ്പോഴും നിരാശ വരുമ്പം നമുക്ക് ചെയ്തെന്ന 2 അനുഗ്രഹങ്ങൾ അള്ളാഹ് എടുത്ത് ചോദിക്കുകയാണ്. അലം യജിദ്ക യതീമൻ ഫആവ, നിന്നെ ഒരു യതീമായി കണ്ടിട്ട് നിനക്ക് ഞാൻ സംരക്ഷണം നൽകിയില്ലെന്ന്. ജനിപ്പത്തിൽ ബാപ്പല്ലാതെ ജനിച്ച് ഉമ്മയും മരിച്ച് വല്യാപ്പാൻ്റെ അടുത്തായി, പിന്നെ മൂത്താപ്പാൻ്റെ അടുത്തായി, അങ്ങനെ യതീമായി നിനക്ക് ഞാൻ സംരക്ഷണം നൽകിയില്ലേ. വവജദക ളോല്ലം ഫഹദ, നിനക്ക് വഴിതെറ്റിയവനായി അതായത് ലോലായിട്ട് അല്ലാഹു നിനക്ക് ഹിദായത്ത് നൽകിയില്ലെന്ന. ഈ മക്കാ മുശ്രിക്കുകൾ വലിയ വഴികേടിൽ ജീവിച്ചപ്പം നിനക്കിതൊന്നും പറ്റാതെ, അതിലൊന്നും പെടാതെ നല്ലൊരു ഹിദായത്ത് അല്ലാഹു നിനക്ക് നൽകിയില്ലേ എന്നാണ്. എന്നിട്ടോ വവജദക ആഇലം ഫഅഗ്ന, ഒരു ദരിദ്രനായി നിന്നെ കണ്ട് എനിക്ക് ഞാൻ സമ്പന്നത നൽകിയില്ല എന്നാണ്. ഇതൊക്കെ ചോദിക്കും, നമ്മളോട് ചോദിച്ചു നോക്കി, നമ്മളെ അവസ്ഥ എന്ത് ചെയ്തു സഹോദരങ്ങളെ? കഞ്ഞിൻ്റെ വെള്ളം കുടിച്ച് സ്കൂളിൽ പോയൊരു കാലല്ലേന്നോ, തിന്നാൻ കിട്ടാത്തൊരു കാലല്ലേന്നോ. ഇനി നമ്മളെ പെരിയിൽ വെള്ളിയാഴ്ച ഉച്ചക്ക് എന്താണ്? ഓരോ സക്കാരുണ്ടാകുമ്പം മേശപ്പുറത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് സഹോദരങ്ങളെ? ഒരു സൈക്കിൾ കിട്ടിയതെങ്കിൽ ആലോചിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏതെടുത്തിട്ട് ഇറങ്ങണം എന്നാണ് ആലോചിക്കുന്നത്. ചെറിയ സ്കൂട്ടറുമാണോ, ഇനോവമാണോ, ചെറിയ വണ്ടിമാണോ, വലിയ വണ്ടിമാണോ, 4, 5 വണ്ടിയും പെരൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരു സൈക്കിൾ കിട്ടിയെങ്കിൽ ആലോചിച്ചൊരു കാലം നമുക്കില്ലേന്നോ? ഇല്ലേന്നോ? അതൊക്കെ നിങ്ങൾ മറന്നോ സഹോദരങ്ങളെ? ഒരു തിരിച്ചടി ജീവിതത്തിൽ വരുമ്പം നമ്മൾ പടച്ചോനെ മറക്കാൻ പാടുണ്ടോ? പടച്ചോനോട് നന്ദി കേട് ഇപ്പം പടച്ചോൻ്റെ നേർക്ക് തിരിഞ്ഞേക്കാണെന്ന് നമ്മൾ പറയാൻ പാടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ അവസ്ഥ എന്തായിരുന്നു? നമ്മളിന്ന് ഏതവസ്ഥയിലാണ്? ഒരു മൊബൈൽ ഉണ്ടാണെന്ന് ആലോചിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളെ കയ്യിലുള്ള ഫോണിൻ്റെ വലുപ്പം എത്രയാണ്? എത്ര ഫോണാണ്? 2 ഫോൺ കൊണ്ട് നടക്കണവരുണ്ട്, 2 കാറുള്ളവരുണ്ട്. എന്തെല്ലാം സൗകര്യങ്ങളാണ് നമ്മൾ ജീവിക്കുന്നത്. AC എല്ലാ തരം. ഇതൊക്കെ പടച്ചോൻ തന്നില്ലേ? ഇതൊക്കെ പടച്ചോൻ കിട്ടാത്തതിനെ പറ്റി അല്ല സഹോദരങ്ങളെ, ഉള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കണില്ല. നമ്മൾ കിട്ടാത്തത് എന്താണെന്നാണ് നോക്കണത്. ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر. ഇനി പടച്ചോൻ പറയണം, ഇവിടെ നിർത്തില്ല. ഇപ്പോഴും അങ്ങനത്തെ കുറേ ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. യതീമുകളുണ്ട്, അനാഥകളുണ്ട്, ദരിദ്രന്മാരുണ്ട്. അതുകൊണ്ട് ഓരോന്നും നിങ്ങൾ മറക്കാൻ പാടില്ല. ഓർക്ക് അവരുടെ അവകാശങ്ങൾ അവരെ സംരക്ഷിക്കണം, അവർക്ക് നൽകണം. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, ആ യതീമിനെ അടിച്ചാക്ഷേപിക്കരുത്, അനാഥയെ അടിച്ചമർത്തരുത്. വഅമ്മസ്സായില ഫലാ തൻഹർ, ഒരു ഗതിയില്ലാതെ വന്ന് കൈമലർത്തുന്നവനുണ്ടാവും, ഓൻ ആട്ടി ഓടിക്കാൻ പാടില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ കഴിഞ്ഞു പോയിട്ടുണ്ട്.
അതൊക്കെ ഓർമ്മിച്ചിട്ട് പടച്ചോൻ ബാധ്യത ഓർമ്മിക്കാണ്. കേട്ടോ കേട്ടോ ഇത് അള്ളാൻ്റെ റസൂലിനോട് പറഞ്ഞ എപ്പോൾ 6 മാസം വഹി കിട്ടാതായി. ഈ സൂറത്ത് ഇറങ്ങണ എപ്പോഴും അറിയാം നിങ്ങൾക്ക്, നബിക്ക് വഹി വന്നു. വഹി വന്നപ്പോൾ നബിക്ക് എന്താ അറിയോ, നബി ഇങ്ങനെ ഇറാഖോയിൽ പോയി ജിബ്രീൽ വന്ന് കെട്ടിപ്പിടിച്ച് നബിക്കോ എഴുത്തും വായനയും അറിയില്ല എന്ന് പറഞ്ഞ് ആകെ കഴിഞ്ഞ് പെരി പോയി ആകെ പഞ്ച് ബറച്ച് കിടക്കുക. ഖദീജാബി വന്ന് പുതപ്പിച്ച് അങ്ങനെ എന്താണെന്ന് മനസ്സിലാണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ നമ്മളിങ്ങനെ പോയി പുതിയൊരാൾ വന്ന് കെട്ടിപ്പിടിച്ച് ആകെ ഇടങ്ങേറാക്കി അത് കഴിഞ്ഞിട്ട് ആകെ പനിച്ച് നീച്ചാനും വെച്ചാതെ നിൽക്കുകയാണ്. അങ്ങനെ അവസാനം വറക്കത്ത് ബിൻ നൗഫലിൻ്റെ പെരീക്ക് കൊണ്ടുപോകണ്. നിങ്ങൾ അള്ളാഹു വറക്കത്ത് ബിൻ നൗഫലിനെ ജീവിപ്പിച്ചത് എന്തിനറിയോ, നബിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. വറക്കത്ത് ബിൻ നൗഫലിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇസ്രായേലി ഗ്രന്ഥങ്ങളൊക്കെ നല്ല അറിവുള്ള അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. ഒക്കെ കേട്ടിട്ട് വറക്കത്ത് ബിൻ നൗഫൽ പറയാണ്, ആ ഇത് മൂസാൻ്റെ അടുത്തേക്ക് വന്ന മലക്കന്നെയാണ്, ജി നബിയാട്ടോ എന്നാണ് പറഞ്ഞത്. ജി നബിയാണ് മുഹമ്മദേ, ഈ നബിയാണ് കേട്ടോ എന്ന് പറയാണ്. ആലോചിച്ച് നോക്കി, നബിസ്വാസം അങ്ങനെ കുത്തിരുന്ന് ഞാൻ നബിയാണ്. നബിക്കെന്നൊരു സംശയം, ഞാൻ നബിയാണോ എന്ന് നബിക്കെന്നെ സംശയം തോന്നൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ടോ അങ്ങനെ വഹിയൊക്കെ വന്ന് പിന്നെ കുറേ കാലത്തിന് വഹിയില്ല. അപ്പോൾ പിന്നെയും സംശയം, ഞാൻ നബി തന്നെ അല്ലേ? പിന്നെ ഒരു 6 മാസത്തിന് നബിക്ക് വഹിയില്ല. ആകെ വിഷമത്തിലായി നബി. ആ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ സൂറത്തുൽ ദുഹ ഇറങ്ങണേ. 6 മാസക്കാലം വഹിയില്ലാതെ ആ വഹി നിലച്ചതിൽ ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി. ഇതിപ്പോൾ നബി എന്നൊക്കെ പറഞ്ഞു, ഇപ്പോൾ ഓനൊന്നുമില്ല, ആരും വരുന്നുമില്ല, ഒന്നുമില്ല, ഓനൊരു വഹിയുമില്ല. അപ്പോൾ നബിക്കര് തോന്നി ഞാൻ നബി അല്ലേ? ആ വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് ഈ സൂറത്തിറങ്ങണേ. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് ഇന്നും ആ സൂറത്തുകൾ ഓതി നോക്കി. ഒരു വിഷമമുണ്ടെങ്കിൽ, വിഷമം ഉണ്ടാകുമ്പോൾ ഓതാൻ നബി പറഞ്ഞിട്ടൊന്നുമില്ല, അത് ആരോട് ഓതാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പം വിശുദ്ധ ഖുർആൻ നമ്മളെ ഉള്ളിലേക്ക് തുളച്ചിങ്ങോട്ട് കയറും. കാരണം നബി വിഷമിച്ചപ്പോൾ ഇറങ്ങിയ സൂറത്താണത്. അതിങ്ങോട്ട് വിഷമിക്കുമ്പം അതിൻ്റെ അർത്ഥം ഇങ്ങോട്ട് മനസ്സിലാക്കിയാൽ ഏത് വിഷമമാണ് പോകും. കാരണം ദുഹ എന്ന് പറഞ്ഞാൽ തന്നെ ആ സൂര്യൻ ഇങ്ങനെ പൊന്തി, ആ വെളിച്ചങ്ങനെ മലൻ്റെ മേലെ കൂടെ പൊന്തി വരുന്നതിനാണ് ദുഹ അറിയുക. ആ സൂറത്തിൻ്റെ പേരെന്നെ ആ വെളിച്ചാണ്. ഇരുട്ട് പോയി, ഡിപ്രഷൻ പോയിട്ട് സന്തോഷം വരുന്ന സൂറത്താണ്. അപ്പോൾ ഇതാണ് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലൂടെ നമ്മൾ അള്ളാഹനെ അറിയുമ്പോഴാണ്, ശരിയായ അറിവ് വരുമ്പോഴാണ് ജാഹിലിയത്ത് പോവുക, ജഹില് പോവുക. അതുകൊണ്ട് അന്ധകാരം എന്ന് പറയുമ്പം അത് ഷിർക്കാണ്, കുഫറാണ്, ബിദ്അത്താണ്, മഅസിയത്താണ്, ജഹിലാണ്, അറിവില്ലായ്മയാണ്. പിന്നെ ഏറ്റവും എല്ലാവരും പിടികൂടുക. ഇവിടെ നിൽക്കുന്ന ഭൂരിപക്ഷ ആളുകളും ഇതില്ലാത്ത ആളുകളാണ്. ഷിർക്കില്ലാത്തവരാണ്, കുഫറില്ലാത്തവരാണ്, ബിദ്അത്തില്ലാത്തവരാണ്, മഅസിയത്തില്ലാത്തവരാണ്, ജഹ്ലില്ലാത്തവരാണ്. എന്നാൽ അടുത്ത് ശ്രദ്ധിച്ചോളി, എല്ലാവരും പിടികൂടാൻ സാധ്യതയുള്ളത് അൽ ഗഫ്ലത്ത്, അശ്രദ്ധ. സത്യം മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ ഹക്കാണെന്ന് അറിഞ്ഞിട്ട് ഈ തൗഹീദും സുന്നത്തും ഒക്കെ ഉണ്ടായിട്ടും ഇതൊന്നും അശ്രദ്ധമായി, ഇതൊന്നും ഗൗരവമല്ലാതെ അങ്ങനെ ജീവിച്ചു പോവുക. അതങ്ങേയറ്റം ഭയപ്പെടണം. എപ്പോൾ നമ്മൾ തിരിച്ചു വിളിക്കപ്പെടുമെന്ന് നമുക്കറിയില്ല. എവിടെ വെച്ച് എങ്ങനെയാണ് നാളെ റോഡിൽ വെച്ചൊരു ആക്സിഡൻറ്റ്, രക്തം വാർന്നിട്ടാണോ നമ്മൾ മരിക്കുക? അതല്ല ICUയിൽ എല്ലാ ഹോട്ടലും കൂടി ട്യൂബ് ഇട്ടുകാണ്ട് നേരെ മോണിറ്ററിൻ്റെ ഒച്ചമ്പുടിൻ്റെ അടിയിലാണോ നമ്മൾ കിടന്ന് മരിച്ച എന്ന് നമുക്കറിയില്ല. ഏതൊരവസ്ഥയിൽ നമ്മൾ മരണപ്പെടുന്നു. അതുകൊണ്ട് അശ്രദ്ധ കൈവെടിയണം. വളരെ ജാഗ്രതയോടുകൂടി ജീവിത ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ ജീവിക്കണം. അതാണ് നമ്മൾ ഉത്തരവാദിത്തം. അതാണ് ശരിയായ പ്രകാശം. എന്നിട്ടോ ഇലന്നൂർ ഇമാം സഅദി പറയാണ്, ആ ആയത്തിൻ്റെ വ്യാഖ്യാനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇലന്നൂർ? ആ നൂർ എന്താണ് സഹോദരങ്ങളെ? ആ നൂറുൽ ഈമാൻ, വിശ്വാസത്തിൻ്റെ നൂറാണ്. ശരിയായ തെളിമയാർന്ന അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. പ്രാർത്ഥിക്കാനും വിളിച്ച് പ്രാർത്ഥിക്കാനും അഭയം നൽകാനും നേർച്ച നേരാനും സത്യം ചെയ്യാനും അള്ളാഹു മാത്രമുള്ളൂ. എനിക്ക് ജീവിതത്തിൽ എന്തൊരു നന്മ കൊണ്ടുവരാനും ഏതൊരു തിന്മയിൽ നിന്നും എന്നെ കാക്കാനും അത് അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന അചഞ്ചലമായ വിശ്വാസം, അതാണ് ശരിയായ വിശ്വാസം, അതാണ് ശരിയായ പ്രകാശം, അതാണ് ഈമാൻ. എന്നിട്ടോ വസുന്ന, ആ പ്രവാചകന്റെ ചര്യ. 23 വർഷം ആ പ്രവാചകൻ എന്താണ് സഹാബത്തിനെ പഠിപ്പിച്ചത്? അവരെന്താണ് താബീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്? അവരിൽ നിന്ന് താബീങ്ങൾ എങ്ങനെയാണോ ദീൻ പഠിച്ചത്, ആ ആയത്ത് കൊണ്ട് എന്താണ് അള്ളാന്റെ റസൂല് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത്, ആ ഹദീസ് കൊണ്ട് എന്താണ് റസൂൽ അവരോട് കൽപ്പിച്ചത്,
ആ കൽപ്പനയിൽ നിന്ന് അവരെന്താണ് മനസ്സിലാക്കിയത് എന്ന് തലമുറകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന ആ ശരിയായ ഇസ്ലാമിൻ്റെ മൻഹജുണ്ട് പ്രമാണങ്ങൾ അറിയുമ്പോൾ എല്ലാവരും തെളിവ് ഖുർആൻ ഹദീസ് തന്നെയാണ്. നിങ്ങൾ ഇസ്ലാമിലെ എല്ലാ കക്ഷിനെയും വിളിച്ചു നോക്കി, എല്ലാവരും തെളിവ് ഖുർആൻ ഹദീസാണ്. പക്ഷേ എന്താ സഹോദരങ്ങളെ വ്യത്യാസം? എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആയത്തവർക്ക് എപ്പോൾ ഏതവസരത്തിൽ എന്ത് വിഷയത്തിലാണ് ആയത്ത് ഓതിക്കൊടുത്തത്, എങ്ങനെയാണ് സഹാബികൾ ആ ആയത്തിനെ മനസ്സിലാക്കിയത് എന്ന ശരിയായ മൻഹജ് അത് ഉണ്ടാണ് സഹോദരങ്ങളെ. അതാണ് ശരിയായ സുന്നത്ത്. തലമുറകളിലൂടെ നമുക്ക് എത്തി നിൽക്കണം. ഇന്നൊരു പ്രയാസമില്ല നമുക്ക് മനസ്സിലാക്കാൻ. ഒരു ഹദീസ് സ്വഹീഹാണോ അല്ലേ എന്നറിയാൻ നമ്മൾ ദീർഘകാലം യാത്ര ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സോഫ്റ്റ്വെയറുകളുണ്ട്, മൊബൈൽ ആപ്പുകളുണ്ട്. അതിന്മേൽ തൊട്ടാൽ സഹീഹാണോ ലയീഫാണോ എന്ന് കിട്ടും. ലയീഫാണെങ്കിൽ എന്താണ് ലയീഫാകാനുള്ള കാരണം? സ്വഹീഹാണെങ്കിൽ ആരൊക്കെയാണ് ഈ ഹദീസ് സ്വഹീഹ് എന്ന് പറഞ്ഞ ഇമാമിയങ്ങൾ ആരൊക്കെയാണ്? ഇന്ന് ഇത്രയും കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും. ഒരായത്തിൻ്റെ പദത്തിൻ്റെ അർത്ഥം പോലും ഒരു കൺഫ്യൂഷനല്ല. നോക്കി, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരായത്തിൻ്റെ അർത്ഥം പറയണേ. അല്ലൻ യഹൂർ എന്ന ആയത്തുണ്ട് ഖുർആൻ. അല്ലൻ യഹൂർ, ആ ഹാറ യഹൂറു എന്ന അറബി പദം സാധാരണ അറബിയിൽ ഉപയോഗിക്കാത്ത പദമാണ്. സാധാരണ അറബിയിൽ ഉപയോഗിക്കുക. അപ്പോൾ അതിനെന്താണ് പ്രായോഗികമായി ആളുകൾ അറബികൾ എന്തർത്ഥമാണ് സാധാരണ നൽകുക എന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി അദ്ദേഹം ദീർഘ ദിവസങ്ങളോളം യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ കിട്ടണില്ല. യാത്രയുടെ അവസാനം മഗ്‌രിബാകാൻ സമയത്ത് അദ്ദേഹം ഒരു വീട്ടിൽ വെള്ളം ചോദിക്കാൻ വേണ്ടി ചെന്നപ്പം അവിടെ ഒരു വൃദ്ധയായ സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ പുറത്തിറങ്ങിയിട്ട് താഴ്വരയിലാണ് വീട്. അപ്പോൾ ആ താഴ്വരയിൽ അതിൻ്റെ പെൺകുട്ടി ആടിനെ മേക്കാൻ വേണ്ടി പോയതാണ്. മഗ്‌രിബായിട്ട് ഇരുട്ടായിട്ടും കാണാനില്ലായിട്ട് ഹാറ യഹൂറു എന്ന് ഹൂരി എന്ന് വിളിച്ചു പറയണം. ഹൂരി എന്ന് താഴ്വരയിലേക്ക് നോക്കി വിളിച്ചു പറയണം ആ സ്ത്രീ. എന്താണ് അതിൻ്റെ അർത്ഥം? ഹാറ യഹൂറു എന്ന് ഒരു പെണ്ണിനോടുള്ള അമ്രാണ്. ഹൂരി എന്ന് പറഞ്ഞാൽ മടങ്ങി വാ മഗ്‌രിബായിക്കണ് പെരീക്ക് വാ എന്ന് പറയണേ. അപ്പം അല്ല യഹൂർ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരികയില്ലെന്നാണോ അവർ വിചാരിക്കുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ആ ഒരു പദത്തിൻ്റെ ജനങ്ങൾ അറബികൾ ഉപയോഗിക്കുന്ന, കാരണം സാധാരണ ആളുകൾ ഉപയോഗിക്കാത്തതാണ്. അപ്പോൾ ഏതെങ്കിലും ഗോത്രങ്ങളാണ്, ഒരു പ്രത്യേക ഗോത്രക്കാരാണ് ആ ഭാഷ ഉപയോഗിച്ചത്. അപ്പോൾ അവർ എന്തർത്ഥമാണത് ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പദത്തിന് ഇനി നമ്മൾ അല്ല യഹൂർ എന്ന് ഓതുമ്പം ഹാറ യഹൂറിൻ്റെ അർത്ഥം നോക്കി നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അതിമണ് ക്ലിക്ക് ചെയ്താൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞ അർത്ഥം നമുക്ക് കിട്ടും. അത്രയും സൗകര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ. എന്നിട്ടും നമ്മൾ ഖുർആൻ പഠിക്കാൻ തയ്യാറില്ലെങ്കിൽ ആകാശലോകത്ത് നിന്ന് അള്ളാഹു താഴേക്കിട്ട ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് അള്ളാഹു ബാക്കി വെച്ച അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മോജിസത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും നമ്മൾ ശ്രമിക്കാതെ മരിച്ചു പോയിട്ട് നാളെ ഖബറിലെ ചോദ്യത്തിന് ഖുർആനാണ് എൻ്റെ ഇമാമ് എന്ന് എങ്ങനെ സഹോദരങ്ങൾ നിങ്ങൾ പറയാം? നമ്മളെങ്ങനെ പറയാം ഖുർആനാണ് ഇമാമ്? നോക്കി, അറബി ആയതുകൊണ്ടാണോ നമുക്ക് ഖുർആൻ പഠിക്കാൻ പ്രയാസം? അറബി ഭാഷയായതുകൊണ്ടാണോ അതോ പ്രായമായതുകൊണ്ടാണോ? സഹാബത്തൊക്കെ എടുത്തു നോക്കി, അവരൊക്കെ 40, 50, 60 വയസ്സിൽ മുസ്ലിമായ സഹാബികളാണ്. അവരൊന്നും ജന്മന മദ്രസയിൽ പോയി പഠിച്ചാലില്ല ചെറുപ്പത്തിൽ. അവരൊക്കെ ഖുർആൻ പഠിച്ച് 40, 50 വയസ്സിലാണ്. അവർ പഠിച്ചില്ലേ സഹോദരങ്ങളെ? ഇമാം ബുഖാരി അറബി അല്ലല്ലോ സഹോദരങ്ങളെ. ഇമാം ബുഖാരി റഷ്യക്കാരനാണ്. സഹീഹുൽ ബുഖാരി എഴുതിയില്ലേ? ലോക ചരിത്രത്തിൽ ഇന്നും മുസ്ലിങ്ങൾ ഫോളോ ചെയ്യുന്ന സഹീഹുൽ ബുഖാരി എഴുതിയ ഇമാം ബുഖാരി ജന്മന അറബിയാണോ? റഷ്യക്കാരനായ ഇമാം ബുഖാരി സഹോദരങ്ങളെ, ബുഖാരി രചിച്ചിട്ടുണ്ടെങ്കിൽ അറബി ഭാഷ ഒരു പ്രയാസമുള്ള ഭാഷയല്ല. നമ്മൾ പഠിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഭാഷ പ്രശ്നമല്ല, പ്രായം പ്രശ്നമല്ല. അള്ളാഹുവിൻ്റെ കലാമ് നമ്മൾ പഠിക്കണം. കാരണം അത് മാത്രമാണ്. നിങ്ങൾ നോക്കി, നാളെ ഖബറിലേക്ക്, നാളെ പരലോകത്ത് ഓരോരുത്തരും ആയത്തോതിക്കൊണ്ട് അവരോതുന്ന ആയത്തിനനുസരിച്ച് അവർക്കുള്ള ഖുർആനിലെ അറിവിനനുസരിച്ച് അവരുടെ ദറജകൾ ഉയർത്തപ്പെടുമെന്നാണ്. ഓരോ ദറജകളും തമ്മിലുള്ള വ്യത്യാസം ആകാശഭൂമികളോളം തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്നാണ്. അതൊക്കെ ഖുർആനാണ് അതിൻ്റെ അടിസ്ഥാനം. നോക്കി, ഖുർആൻ വാദിക്കുമെന്നാണ്. നമ്മളൊരു കേസിൽ പെട്ടാൽ ഹൈക്കോടതി പോവും. അവിടുന്ന് നമുക്ക് വിധി കിട്ടിയില്ലെങ്കിൽ നമ്മൾ സുപ്രീം കോടതിയിൽ ഏറ്റവും പൈസ കൂടിയ വക്കീലിനെ, കോടിക്കണക്കിന് റുപ്യ പൈസ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് മുടക്കിയിട്ട് നമ്മൾ വക്കീലിനെ വെച്ചിട്ട് നമ്മൾ കേസ് ജയിക്കാൻ ശ്രമിക്കും.
സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ശുപാർശ ശഫാഅത്ത് നൽകുമെന്നാണ്. നമ്മൾ ഓതിയ ഖുർആൻ നമുക്ക് വേണ്ടി വാദിക്കുമെന്നാണ്. അള്ളാഹുവിനോട് വാദിച്ച് ആ മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കുന്നത് വരെ ഖുർആൻ അള്ളാഹുവിനോട് വാദിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. ആ ഖുർആൻ സഹോദരങ്ങളെ വെറുതെ അങ്ങനെ ഓതിയിട്ട് കാര്യമുണ്ടോ? കത്തം തീർത്തിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞ റമദാനിൽ 2, 3, 4, 5 കത്തം തീർത്ത ആൾക്കാരുണ്ടാവും. ഇവിടെ കത്തം തീർക്കാൻ ഉണ്ടാക്കിയതാണോ ഖുർആൻ? ഖുർആൻ എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ളതാണ്. അത് അറിഞ്ഞുകൊണ്ട് ഓതുമ്പോഴേ, അത് ജീവിതത്തിൽ പകർത്തുമ്പോഴേ അതുകൊണ്ട് മാറ്റം ഉണ്ടാവുള്ളൂ. ഓരോ ആയത്തും നമ്മളോട് സംസാരിക്കാനുള്ളതാണ്. നമ്മൾ ആയുസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. നിങ്ങൾ ആലോചിക്കണം, കുറഞ്ഞൊരു കാലുള്ളൂ. അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ഉറങ്ങിയിട്ടും ഒക്കെ പോവും. ആകെ ഉള്ളത് വളരെ കുറച്ചൊരു സമയമാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നിങ്ങൾ ആലോചിച്ച് നോക്കി. മദീന പള്ളിയിൽ നിസ്കരിച്ചാൽ സഹാബികളെ കൊള്ളാണ്ടായി. പള്ളി ചെറുതാണ്, സഹാബികളെ എണ്ണം കൂടി വരില്ലേ. അപ്പോൾ പള്ളി വലുതാക്കണം. അതിനപ്പുറത്തും ഇപ്പുറത്തുള്ള സ്ഥലമൊക്കെ വലിയ പൈസ കൊടുത്തുകാണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങിക്കൊടുക്കുകയാണ്. അന്നത്തെ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ പൈസ കൊടുത്തിട്ട് ആ പള്ളി മുഴുവൻ മദീന മസ്ജിദുൻ നബിയുടെ വിപുലീകരണത്തിന് വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വാങ്ങിക്കൊടുത്തു. എന്നിട്ടോ നിങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് മദീനത്ത് പോയി ആ പള്ളിയിൽ നമസ്കരിക്കുന്ന ആളുകളുടെ നിസ്കാരത്തിൻ്റെ പ്രതിഫലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിലേക്ക് വന്ന് ചേരുകയാണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും. നമ്മൾ ഓതുന്ന സൂറത്തു യാസീനിലെ ആയത്താണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, നിശ്ചയമായും നാം മരിച്ച ആളുകളെ ജീവിപ്പിക്കും. വനക്തുബു, നാം രേഖപ്പെടുത്തും. മാ ഖദ്ദമു, നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ചത്. വആസാറഹും, അതിൻ്റെ അനന്തരഫലങ്ങളും. നമ്മൾ നോക്കി, ചെയ്തത് മാത്രമല്ല അള്ളാഹ് രേഖപ്പെടുത്തുക, ചെയ്തതിൻ്റെ അനന്തരഫലങ്ങൾ. നമ്മളൊരു നല്ല കാര്യം ചെയ്തിട്ട് അതിൻ്റെ തുടർച്ചയായി പിന്നെ എന്തൊക്കെ നന്മകൾ ഈ ലോകത്ത് സംഭവിച്ചോ അതിൻ്റെയൊക്കെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് വന്നു ചേരും. ഒരു പള്ളിക്ക് ഒരു സ്ഥലം കൊടുത്താൽ ആ പള്ളി എത്ര കാലം നിൽക്കണോ, അവിടെ നിസ്കാരം നടക്കണോ, അവിടെ ആളുകൾ നിസ്കരിക്കണോ, അവിടെ ഒരു ക്ലാസ് നടന്നിട്ട് അതിലൊരാൾ നന്നായി നിസ്കരിച്ച് അതിൻ്റെ കൂലിയും കിട്ടും. അവിടെ ഒരു വലിയ ഈ പണ്ഡിതണ്ടായിട്ട് അയാൾ കുറേ ആൾക്കാർക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് അത് ഓൺലൈനിൽ പോയിട്ട് അതാരോ കേട്ട് നന്നായാൽ അതിൻ്റെ കൂലി ഈ പള്ളി ഉണ്ടാക്കിയവന് കിട്ടും. അതാണ് നക്തുബു മാ ഖദ്ദമു വആസാറും. ചെയ്തത് മാത്രമല്ല, ചെയ്തതിൻ്റെ അനന്തരഫലങ്ങൾ കൂടി അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്ന് മസ്ജിദുൻ നബവിക്ക് സ്ഥലം കൊടുത്തിട്ട് ഇന്നും ലോകാവസാനം വരെ നിസ്കരിച്ച ആൾക്കാരെ കൂലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ എന്ത് നന്മയാണ് നമ്മുടെ മരണശേഷം നമ്മുടെ ഖബറിലേക്ക് വന്നു ചേരാൻ എന്ത് നന്മകളാണ് നമ്മളിവിടെ ബാക്കി വെച്ചിട്ടുള്ളത്. പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാർ മദ്രസക്ക് ഒരു തെങ്ങും ഒരു പീഡിയമുറിയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് എന്തിനാണ്? ഇതേമാതിരി ഖബർക്ക് ഇങ്ങനെ വരാനാണ്. നമ്മളെന്തെങ്കിലും ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ, നമ്മളെ സ്വത്തൊക്കെ അനന്തരാവകാശികൾ ഓരിച്ചെടുക്കും. നമ്മൾ പുതിയൊരു ഫോൺ വാങ്ങിയാൽ ബാപ്പ മരിച്ചാൽ ബാപ്പാൻ്റെ ഫോൺ കുപ്പിയിലിട്ടൊക്കൊന്നുമില്ല, ചില്ലിലിട്ടൊക്കൊന്നുമില്ല. അതിന് ഏതെങ്കിലും മകടത്തുണ്ടാവും, അത് ആർക്കും വേണ്ടെങ്കിൽ വിൽക്കും. അത്രേ ഉള്ളൂ. നമ്മളാരും ഇവിടെ ഓർമ്മിക്കാൻ പോണില്ല. മാക്സിമം പോയ 1 കൊല്ലം ബാപ്പാനെ ഓർമ്മ ഉണ്ടാവുള്ളൂ മക്കൾക്ക്. ഇതൊക്കെ പോവും. നമ്മളെന്താണോ നമുക്ക് വേണ്ടി ബാക്കി വെച്ചത് അതേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക. നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം, ഖുർആൻ പഠിക്കാൻ, നമ്മളെ ഇബാദത്തിന്, നമ്മളെ ഖബർക്ക് നമ്മൾ ഇതിൻ്റെ അടിയിലൊക്കെ കുറച്ച് ഉണ്ടാക്കി വെക്കണം. എന്ന ഗൗരവമായ ചിന്തയിലേക്കാണ്. ഇവിടെ എന്തൊക്കെ അധാർമികമായ പേക്കൂത്തുകൾ ഇവിടെയൊക്കെ അരങ്ങേറിയാലും നിങ്ങൾ ബേജാറാകേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇസ്ലാം വന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ജാഹിലിയത്ത്. അത്ര വലിയ തോന്നിയാസൊന്നും ഇപ്പോഴും ഇല്ലയെന്ന് വെച്ച് തോന്നണത്. ആ അന്ധകാരത്തിൽ നിന്ന് അവരെ ഈ ഇസ്ലാം മോചിപ്പിച്ചിട്ടുണ്ട്. ആ ഖുർആനും സുന്നത്തും ഇന്നും ഇവിടെ ഉണ്ട്, നമ്മളെ മുമ്പിൽ ജീവസുറ്റതായി നിലനിൽക്കുന്നുണ്ട്, വള്ളി പുള്ളി മാറ്റമില്ലാതെ. അതുകൊണ്ട് നമുക്കൊരൊറ്റ ബാധ്യതയുള്ളൂ, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന വിശുദ്ധ ഖുർആനിൻ്റെയും ഈ മതത്തിൻ്റെയും ഏറ്റവും വലിയ ഒരു ബോധ്യപ്പെടുത്തലുണ്ട്. അത് തിരിച്ചറിയുക എന്നുള്ളത്, അത് നമ്മളെ മക്കൾക്ക് നമ്മൾ കൈമാറുക എന്നുള്ളത്, അത് മക്കളെ ബോധ്യപ്പെടുത്തുന്നതിൽ നമ്മൾ വിജയിച്ചോ എങ്കിൽ എന്തൊക്കെ ഇവിടെ അധാർമിക പേക്കൂത്തുകൾ സംഭവിച്ചാലും ആ ഒരു ബോധം അവരെ രക്ഷിക്കും. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ ഇവിടെ എങ്ങനെയാണോ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചത് എന്നതാണ് ആ പരലോക വിജയത്തിൻ്റെ മാനദണ്ഡമെന്ന ഏറ്റവും വലിയ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ഇത് അവസാനിപ്പിക്കാൻ പോകണം. സൂറത്തു ഹദീദിലെ ഒരു 3 ആയത്ത് ഓതിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഒച്ചയ്ക്ക് പോയി തുടങ്ങിയത്. ഈ വിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഖുർആൻ. നാളെ മരിച്ചു ചെന്നിട്ട് ഖബറിലും അതേപോലെ തന്നെ മഹ്ശറയിലും
പരലോകത്തൊക്കെ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുടെ ദീനരോധനങ്ങൾ ഖുർആൻ പല സ്ഥലത്തും പറയുന്നുണ്ട്. അപ്പം എന്തിനാണ് ഇതൊക്കെ പറയണമെന്ന് ചോദിച്ചാൽ ഇതൊന്നും വന്നതല്ല, ഇതൊക്കെ വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. നരകവാസികൾ വിളിച്ച് പറയും എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞിട്ടില്ല, ഒലിഞ്ഞ് പറയും. അതിപ്പോൾ തന്നെ പടച്ചോൻ പറഞ്ഞു തരുന്ന എന്തിനാ? അതിൽ കുറേ പാഠങ്ങളുണ്ട്, അത് തിരിച്ചറിഞ്ഞ് ജീവിതം ക്രമപ്പെടുത്താനാണ്. അപ്പം അങ്ങനത്തെ ഒരു 2-3 ആയത്തുകളാണ് ഞാൻ ഓതുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ജീവിതത്തെ ക്രമപ്പെടുത്താൻ, അത് അള്ളാഹുവിൻ്റെ കലാമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിനേക്കാൾ ഇഫക്റ്റ് വിശുദ്ധ ഖുർആൻ ഉണ്ടാവും എന്നൊരു ബോധം കൊണ്ടാണ് ഞാൻ തോന്നുന്നത്. അതുകൊണ്ട് ഇത് കൃത്യമായി ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يوم يقول المنافقون والمنافقات للذين آمنوا انظرونا نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور له باب باطنه فيه الرحمة وظاهره من قبله العذاب يوم يقول المنافقون والمنافقات. മുനാഫിക്കുകളായ ആണുങ്ങളും പെണ്ണുങ്ങളും പറയുന്ന ദിവസം ലില്ലദീന ആമനു, സത്യവിശ്വാസികളോട്, പറയുന്ന ദിവസം. അതായത് സത്യവിശ്വാസികളായ ആളുകൾക്ക് അവരുടെ മുമ്പിലും പാർശ്വങ്ങളിലും എന്തുണ്ടാവും? പ്രകാശം ഉണ്ടാവും. വിശ്വാസികൾക്ക് പ്രകാശം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പരലോകത്ത്. മഹ്ശറിൽ എന്തിനാ അവർ നല്ല പ്രകാശം പരത്തിയിരുന്ന മുന്നിലും സൈഡിലൊക്കെ എന്തുണ്ടാവും? പ്രകാശം ഉണ്ടാവും. അങ്ങനെ ഈ വിശ്വാസികളെ മുനാഫിക്കുകൾ കാണുന്ന ഒരു സന്ദർഭത്തിലാണ് അവർ പറയുന്ന കാര്യമാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. അപ്പോൾ എന്തു പറയും? പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളോട് മുനാഫിക്കുകളായ ആളുകൾ പറയും. എന്താ പറയാ? ഉൻളുറൂന, നിങ്ങൾ ഞങ്ങളെ ഒന്ന് നോക്കണേ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കി. നഖ്തബിസു മിൻ നൂരിക്കും, അവർ ഇരുട്ടിലാണ്. കപട വിശ്വാസികൾ ഇരുട്ടിലാണ്, വിശ്വാസികൾ വെളിച്ചത്തിലാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കി, ഞങ്ങൾ നിങ്ങളെ പ്രകാശത്തിൽ നിന്നൊന്ന് കത്തിച്ചെടുക്കട്ടെ. നഖ്തബിസു മിൻ നൂരിക്കും, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങളൊന്ന് പകർത്തിയെടുത്തോട്ടെ. ഖീല ഇർജിഉ, പറയപ്പെടും ഇർജിഉ, നിങ്ങൾ മടങ്ങിപ്പോകുക. വറാഅക്കും, നിങ്ങളുടെ പിന്നിലേക്ക്. ഫൽതമിസൂ നൂറ, അവിടെ നിങ്ങൾ പ്രകാശത്തെ അന്വേഷിച്ചു കൊള്ളുക. അപ്പോൾ അവരോട് പറയപ്പെടും, നിങ്ങൾ പിറകിലേക്ക് പോയിക്കോളി, അവിടെ നിങ്ങൾ പ്രകാശം അന്വേഷിച്ചു കൊള്ളണം. പിറകിൽ ഇരുട്ടാണ്, അവിടെ പോയിട്ട് വിളിച്ചന്വേഷിച്ചിട്ട് കാര്യമല്ല. ഫളുരിബ ബൈനഹും ബിസൂർ, അവർക്കിടയിൽ ഒരു മറയിടപ്പെടും. ലഹു ബാബുൻ, അതിനൊരു വാതിലുണ്ട്. ബാത്തിനുഹു ഫീഹി റഹ്മ, അതിൻ്റെ ഉള്ളിൽ റഹ്മത്താണ്, കാരുണ്യമാണ്. വലാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്, അതിൻ്റെ പുറം ഭാഗത്താണ് ശിക്ഷയുള്ളത്, അതിൻ്റെ ഉള്ളിലാണ് കാരുണ്യമുള്ളത്. അപ്പോൾ അവർക്കിടയിൽ ഒരു മറയിടപ്പെടുന്നതാണ്. അപ്പോൾ ഇരുട്ടിലായ കപട വിശ്വാസികൾ വെളിച്ചത്തിലുള്ള സത്യവിശ്വാസികളോട് പ്രകാശം ചോദിക്കും. നിങ്ങളെ പ്രകാശം ഞങ്ങൾക്കൊന്ന് തരീന്ന് പറയും. അപ്പോൾ അവർക്കിടയിൽ ഒരു മറയിടപ്പെടും. അങ്ങനെ എന്ത് ചെയ്യും? അവർക്ക് വെളിച്ചം കിട്ടില്ല. നിങ്ങൾ പിറകെ പോയി വെളിച്ചം നോക്കിക്കോളി എന്ന് അവരോട് പറയപ്പെടും. അടുത്ത ആയത്ത്, യുനാദൂനഹും അലം നകും മഅകും ഖാലൂ ബലാ വലാകിന്നകും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും വർതബ്തും വഗറത്കുമുൽ അമാനിയു
حتى جاء أمر الله وغركم بالله الغرور യുനാദൂനഹും അവരെ സത്യവിശ്വാസികളെ വിളിച്ച് കപടവിശ്വാസികൾ പറയും അലം നകും മഅകും ഞങ്ങൾ നിങ്ങളുടെ കൂടെയായിരുന്നില്ലേ, നമ്മൾ ഒന്നിച്ചായിരുന്നില്ലേ പള്ളിയിൽ പോയത്, നമ്മൾ ഒരു സഫിൽ നിന്നല്ലേ നമസ്കരിച്ചത്, നമ്മൾ ഒരു ഗ്രൂപ്പിലല്ലേ ഹജ്ജിന് പോയത്, നമ്മൾ ഒരു ഗ്രൂപ്പിലല്ലേ ഉംറക്ക് പോയത്, നമ്മൾ ഒരു സക്കാത്ത് കമ്മിറ്റിയിലല്ലേ സക്കാത്ത് കൊടുത്തത്, നമ്മൾ ഒന്നിച്ചല്ലേ വിജ്ഞാനവേദിക്ക് പോയത്, നമ്മൾ ഒരു ഖുർആൻ ക്ലാസ്സിൽ ഒന്നിച്ചല്ലേ ഇരുന്നത്. അലം നകും മഅകും നമ്മൾ ഒന്നിച്ചായിരുന്നില്ലേ. ഖാലു വിശ്വാസികൾ പറയും ബല അതെ നമ്മൾ ഒന്നിച്ചാണ്, നമ്മൾ ഒരു ഹജ്ജ് ഗ്രൂപ്പിലാണ് പോയത്, നമ്മൾ ഒരു സഫിലാണ് നമസ്കരിച്ചത്, നമ്മൾ ഒരു സക്കാത്ത് കമ്മിറ്റിയിലാണ് സക്കാത്ത് കൊടുത്തത്. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ വെളിച്ചത്തിലും നിങ്ങൾ ഇരുട്ടിലുമായത് എന്തുകൊണ്ടാണ് എന്ന് വിശ്വാസികൾ കപടവിശ്വാസികളോട് പറയാണ്. ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഇതൊക്കെ പറയാൻ പോണ കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ അള്ളാഹു ഇത്രയും കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞിരുന്നത് എന്തിനാ വെച്ചാൽ നമ്മളതിൽ പെടാതെക്കാനാണ്. എന്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇരുട്ടിലായി എന്നതിന് കൃത്യമായ ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. എന്തിനാണ് പറയണേ? നമ്മളെ ജീവിതത്തിൽ ഇതുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. നാളെ നമുക്ക് പ്രകാശം നിഷേധിക്കപ്പെടുമോ എന്ന് നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയണത്. എന്താണ്, എന്തുകൊണ്ടാണ് പ്രകാശം നഷ്ടപ്പെട്ടത്? ഒന്നിച്ചൊരു സൊഫിൽ നിന്ന് നമസ്കരിച്ചിട്ടും ഒരു പള്ളിയിൽ പോയിട്ടും ഒരു സക്കാത്ത് കമ്മിറ്റിയിൽ സക്കാത്ത് കൊടുത്തിട്ടും ഒന്നിച്ച് ഹജ്ജിന് പോയിട്ടും എന്താണ് ചില ആളുകൾക്ക് പ്രകാശമുണ്ടായത്, ചില ആളുകൾ ഇരുട്ടിലായത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഖാലൂ ബല അതെ വലാകിന്നകും അതെ പക്ഷേ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഫതൻതും അൻഫുസകും നിങ്ങൾ നിങ്ങളെ തന്നെ ഫിത്നയിലാക്കി, വതറബ്ബസ്തും നിങ്ങൾ നീട്ടിവെച്ചു, നിങ്ങൾ മാറ്റിവെച്ചു, നിങ്ങൾ നീട്ടിവെച്ചുകൊണ്ടേയിരുന്നു. നന്നാകാനുള്ള ഓരോ അവസരങ്ങൾ വരുമ്പോഴും പിന്നെയാകട്ടെ ഈ ഹജ്ജ് കഴിയട്ടെ, ഈ റമദാൻ കഴിയട്ടെ, ഈ ഉംറയൊന്ന് കഴിയട്ടെ, ഞാനൊന്ന് ഉംറക്ക് പോകുന്നുണ്ട്, അത് കഴിഞ്ഞ് വരട്ടെ, ഞാൻ അവിടെ കുറച്ച് ഇടപാട് ബാക്കിയുണ്ട്, അതും കൂടി ഒന്ന് ക്ലിയർ ആക്കട്ടെ, എന്നിട്ട് ഞാൻ നന്നാകാം, ഞാൻ റിട്ടയർ ആകാൻ പോവുകയാണ്, ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുള്ള് ഫ്രീ ആയി കാരം, അങ്ങനെ കുറച്ച് കഴിയട്ടെ. വതറബ്ബസ്തും നിങ്ങൾ നീട്ടിവെച്ചു, വർത്തബുത്തും നിങ്ങൾ സംശയിച്ചു, അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകളിൽ നിങ്ങൾ സംശയിച്ചു. അതൊക്കെ 6-ാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ നിയമമാണ്, അതൊന്നും അള്ളാഹിൻ്റെ റസൂൽ ഇന്നുണ്ടെങ്കിൽ അതൊക്കെ സമ്മതിച്ചു തരും എന്നൊക്കെ പറഞ്ഞു, വീമ്പ് പറഞ്ഞു. പലിശ ഹറാമാണ്, പലിശയിൽ ചെറിയ ഇനം പോലും മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടും ഞാൻ ലോൺ എടുത്തു. അതൊക്കെ അള്ളാഹിൻ്റെ റസൂൽ അന്നത്തെ കൂട്ടുപലിശനെ പറ്റി പറഞ്ഞാണ്. ഇപ്പോഴത്തെ ബാങ്ക് ലോണിനെ പറ്റി നബി ഉണ്ടെങ്കിൽ നബി എന്നെ ലോൺ എടുക്കും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. മതപ്രമാണങ്ങളെ മതനിയമങ്ങളെ പരിഹസിക്കുന്നവർ. അതിൽ നിങ്ങൾ സംശയിച്ചു, മതനിയമത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സംശയിച്ചു. വർത്തബുത്തും നിങ്ങൾ സംശയിച്ചു. വഗറക്കുമുൽ അമാനിയു നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു, നിങ്ങളുടെ വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. ഹത്താ ജാഅ അംറുല്ലാഹ് അല്ലാഹു തൻ്റെ കൽപ്പന വരുന്നത് വരെ, മരിക്കുന്നത് വരെ നിങ്ങൾ നന്നാകാം എന്ന് വിചാരിച്ച് നീട്ടി മതത്തിൻ്റെ നിയമങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച് ആ മോഹക്കോട്ടകൾ തീർത്ത് നിങ്ങളെ ഈ ഇഹലോക ജീവിതം വഞ്ചിച്ചു കളഞ്ഞു. വഗറക്കും ബില്ലാഹിൽ ഗറൂർ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ പരമവഞ്ചകനായ പിശാച് നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇരുട്ടിലായത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊരു മാറാനുള്ള അവസരമാണ്, സാഹചര്യമാണ്. കൃത്യമായിട്ട് ദീന് പഠിക്കാനും ഇതൊരു ശരിയായ കൂട്ടം, ദീന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ശരിയായ ഒരു കൂട്ടം, അല്ലാതെ ദുനിയവിയായ മറ്റൊരു ലക്ഷ്യവും ഇതിൻ്റെ പിന്നിലില്ല. നിങ്ങൾ ശരിയായ അള്ളയും റസൂല് എങ്ങനെ ദീൻ പഠിപ്പിച്ചോ, എങ്ങനെയാണ് സഹാബത്ത് നബിയിൽ നിന്ന് ദീൻ പഠിച്ചത്, അങ്ങനെ ഖുർആനും ഹദീസും പഠിക്കുന്ന ഒരു കൂട്ടായ്മ, അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുന്ന, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന, അതിലുണ്ടാകുന്ന വിഷമങ്ങളിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ക്ഷമിച്ചും സഹിച്ചും അള്ളാഹുവിൽ വരമേൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മ മാത്രമാണ്. അതിന് നമ്മൾ ഒരു സൗകര്യത്തിനൊരു പേരിടുന്നു എന്നല്ലാതെ വേറൊരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുള്ള ഖുർആനും ഹദീസും പഠിക്കുകയും അത്
ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുകയും അതിലുണ്ടാകുന്ന വിഷമങ്ങളിൽ സഹിച്ചുകൊണ്ട് പടച്ചോനിൽ തവക്കലാക്കി മുന്നോട്ട് പോവുക. ഇത് വളരെ ചെറിയൊരു ജീവിതമാണ്. ഇത് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അനുഗ്രഹമാണ് എന്ന ഒരു ബോധത്തോടു കൂടി നമ്മൾ ദീന് പഠിക്കുക, ഖുർആൻ പഠിക്കുക, ഹദീസ് പഠിക്കുക. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക. അത് നമ്മളെ മക്കളെയും നമ്മളെ ഭാര്യമാരെയും നമുക്ക് ചുറ്റുമുള്ള ആളുകളിലേക്ക് നമ്മളത് എത്തിച്ചു കൊടുക്കുക. അതിൽ നമുക്ക് കുറേ വിഷമമുണ്ടാവും സഹോദരങ്ങളെ. അത് തന്നെയാണ് പ്രവാചകന്മാരുടെ പാരമ്പര്യം. പ്രവാചകന്മാർ അനുഭവിച്ച യാതനകളും പ്രയാസങ്ങളും അത് പ്രബോധനത്തിൻ്റെ വീതിയിൽ നമ്മളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. നിങ്ങൾ നോക്കി, അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മാതൃക. അതുകൊണ്ട് ഈ ദീന് പഠിക്കുക, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രൂപത്തിൽ ദീന് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും അത് പ്രബോധനം ചെയ്യാനും അതിലെ പ്രതിസന്ധികളിൽ ക്ഷമയോടും തവക്കുലോടും മുന്നോട്ട് പോകാനും അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على